ദേവി ഇവിടെ കാണാനില്ല. എന്താ? അവിടെ വന്നിട്ടുണ്ടാവുമെന്ന് കരുതിയാ ഞാൻ വിളിച്ചത്. അവളെ കാണാനില്ലെന്നോ? അവളെവിടെ പോയി? എനിക്കിപ്പ അറിയണം. ആ മീരയും പ്രഭാവതിയൊക്കെ ചേർന്ന് അവളെ കൊന്നോ? എനിക്കറിയണം. ഞാനേ ഇപ്പൊ അങ്ങോട്ട് വരാൻ പോവാ. എന്റെ മോളേക്ക് തിരിച്ചു തന്നാ മതി. അമ്മ, ഞാൻ കൊറേ കാലമായില്ലേ അവളെ ഇട്ട് കൊല്ലാക്കൊല ചെയ്യാൻ തുടങ്ങിയിട്ട്. അമ്മേ, ദേവിയെ കാണാനില്ലെന്ന്. നന്ദേട്ടാ, ചേച്ചിക്ക് എന്ത് പറ്റി? മോളെ, അമ്മയോട് ടെൻഷൻ ആവണ്ടെന്ന് പറ. ദേവി ഇവിടെ കാണാത്തപ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ചതേ ഉള്ളൂ. ചേച്ചി എവിടെ പോയതാ? അവൻ എന്താ മോളെ പറയുന്നത്? എന്റെ മോളെ എവിടെ പോയെന്ന് പറയാൻ പറ. ആ മീര എന്തേലും ചെയ്തോ ചേച്ചിയെ? ഏയ്, നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. നമ്മളെ അങ്ങോട്ട് വരുവാന്ന് പറ. തുറന്നു പറയാ നന്ദേട്ടാ. ചേച്ചിയുടെ കാര്യത്തില് നന്ദേട്ടന് ഒട്ടും ശ്രദ്ധയില്ല. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ചേച്ചി എന്നെ വിളിച്ച് വിഷമം പറയില്ലായിരുന്നു. മോളെ, അത് നന്ദേട്ടന് ചേച്ചിയോട് സ്നേഹമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ചേച്ചി അവിടെ എങ്ങനെയാ ജീവിക്കുന്നേ? നീ നന്ദനോട് സംസാരിച്ചിട്ട് എന്താ കാര്യം? നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ചാരിയെ, അമ്മയോട് സമാധാനമായിട്ടിരിക്കാൻ പറ. ചിലപ്പോ അടുത്ത ഏതെങ്കിലും അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടാവും. നീ ഫോൺ വെച്ചിട്ട് വാ, നമുക്ക് അങ്ങോട്ട് പോവാം. നന്ദേട്ടാ, ആ മീര അവിടെ വന്നിട്ടുണ്ടോ? ആ, അവള് വന്നു. ആ, അപ്പൊ അത് തന്നെ കാര്യം. മീരയോട് പറഞ്ഞേക്ക് എന്റെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാ അവളുടെ അവസാനമായിരിക്കും. മോളെ, ഫോൺ വെച്ചോ, ഞാൻ വിളിക്കാം. ചാരി, നിന്നോട് ഫോൺ വെക്കാനല്ലേ പറഞ്ഞത്? നന്ദേട്ടാ, നിന്നോട് ഫോൺ വെക്കാനല്ലേ പറഞ്ഞത്? നമുക്ക് നേരെ ചന്ദ്രത്തേക്ക് പോവാം. കുറച്ചു നേരം കൂടി നോക്കാമേ. പറ്റില്ല, ഇപ്പൊ തന്നെ ഇറങ്ങണം. എന്റെ മോൾക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയണം. ഇപ്പൊ എന്തായി? അവൾ അവളുടെ വീട്ടിൽ ഇല്ല. അവൾ എവിടെയാണെന്ന് അമ്മയ്ക്കറിയാം. ചോദിച്ചിട്ട് തന്നെ കാര്യം. നന്ദ, ചേച്ചി, എന്താ ചേച്ചി? എന്താ പറ്റിയത്? ബാഗിൽ തന്നെ അവിടുന്ന് പെണുങ്ങി ഇറങ്ങിയതാണോ? എന്താ ചേച്ചി, പറ. എന്താ മോളെ, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? നന്ദൻ വിളിച്ചിരുന്നു മോളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. അറിയാം, മോളെ